ഇന്ന് നമ്മൾ പുതിയ ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. വാട്ട്സ് ഇൻ ദ ബോക്സ്. ഇതാണ് നമ്മുടെ മിസ്റ്ററി ബോക്സ്. ഫസ്റ്റ് നിങ്ങൾ 2 ഗ്രൂപ്പായിട്ട് മാറണം. നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണെന്ന് കേശു ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. കാർഡ് എടുത്തു തരാൻ കേശു റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഇനി ഓരോരുത്തർ വരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആരാ വരുന്നേ? ഗ്രീൻ കാർഡാണ് കേശു സെലക്ട് ചെയ്തിരിക്കുന്നത്. കാർഡ് എടുത്തിട്ട് അവിടെ പോയി നിന്നോട്ടോ. അപ്പോൾ ഗ്രീൻ ഗ്രൂപ്പിൽ ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ആൾ വാ. കാർഡ് എടുക്കുക കേശു. അപ്പോൾ ബ്ലൂ കാർഡാണ് കേശു സെലക്ട് ചെയ്തത്. ഇനി അപ്പോൾ ഒരു കാർഡും കൂടി സെലക്ട് ചെയ്താൽ മതി. അടുത്ത ആൾ വന്നോളൂ. സേർ ഏത് ഗ്രൂപ്പിലാണെന്ന് പറ കേശു. ഓക്കെ, അപ്പോൾ ബ്ലൂ ഗ്രൂപ്പിലാണ് സേറ. അപ്പോൾ അവശേഷിക്കുന്നത് ഗ്രീൻ കാർഡ്, അത് അല്ലൂനാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി കേശുവിന് ടാറ്റ പറയാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഇനി 2 ഗ്രൂപ്പായിട്ട് എല്ലാവരും നിൽക്കണം കേട്ടോ. ഇവരാണ് ഗ്രീൻ ഗ്രൂപ്പ്, ഇവർ ബ്ലൂ ഗ്രൂപ്പ്. നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഇഷ്ടമുള്ള ആളിന് വന്ന് മിസ്റ്ററി ബോക്സിൽ എന്താണെന്ന് പറയാം. കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് പോയിൻറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നിന്നോട്ടോ. ഫസ്റ്റ് ആരാ വരേണ്ടതെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തോ. ഓക്കെ, ആരും ഇങ്ങോട്ട് നോക്കരുത് കേട്ടോ. ഇതാണ് ഞാൻ ബോക്സിൻ്റെ അകത്ത് വെച്ചത്. ഓക്കെ, കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോ. ഗ്രീൻ ഗ്രൂപ്പിൽ നിന്നാണ് ആദ്യം വരേണ്ടത്. ചിലപ്പോ. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. മനസ്സിലായോ? പിന്നെ പറഞ്ഞാൽ മതിയേ. അടുത്തത് ബ്ലൂ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ വാ. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. എനിക്ക് മനസ്സിലായി ഗൈസ്. One, two, three, start. പൈനാപ്പിളിന്റെ മുകൾ. പൈനാപ്പിളിന്റെ മുകള് വേണോ? അതിന്റെ അടിയിൽ കുറച്ച്. ഓക്കെ, നോക്കട്ടെ. 2 ഗ്രൂപ്പിന് ഓരോ മാർക്ക് വീതം കിട്ടിയിട്ടുണ്ട്. നനഞ്ഞ പഞ്ഞിയായിട്ടോ വെച്ചേക്കുന്ന ആരെങ്കിലും കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ഇനി തിരിഞ്ഞോളൂ. നെക്സ്റ്റ് ഗ്രീൻ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ വരണേ. കടിക്കില്ല. ഉറപ്പ്. ഇന്നിറങ്ങിക്കോണം ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന്. മൂർഖൻ. അപ്പം അറിയത്തില്ല. ഓക്കെ, അയ്യോ എനിക്ക് വല്ല കിളി കാണും. വല്ല കാക്ക കുഞ്ഞാണ്. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്. എന്റെ അടുത്ത് മാത്രം അടുക്കരുത്. കൊട്ടയിലുള്ള കളി എന്നോട് വേണ്ട. ഞാൻ ഇവിടുത്തെ ബന്ധുവാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു. എന്റെ മേത്ത് കയറി കളിച്ചിട്ട് നിനക്ക് എന്താ കാര്യം?
ചോരി നീരുള്ള ഒരുപാട് പേരില്ലേ ഇവിടെ? ഇതൊരു നടക്ക് പോണ ലക്ഷണം ഇല്ല. ഞാൻ ഇവന്റെ കയ്യിന്ന് 2 എണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. മനസ്സിലായി എന്നോട് സത്യം എന്തേലും വേണോ ജീവനുള്ള എന്തേലും വേണോ വിടാൻ പറ്റില്ല. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. എവിടെ പോയി? അകത്തോട്ട് ഇട്ടോ. എന്തോ ഉണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും. എന്തോ കടിക്കുന്നുണ്ട്. എടാ അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. മതിയായി. ഇല്ല ഇതില് ഞാൻ പോണ്. ശരിയായി. കിളിയാണ്. തന്നെ ആയിരിക്കണം. ഉറപ്പിച്ച്. ഓ ആ, കമ്പാക്ക് അടിക്കും. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതൊന്നും ഇല്ല. മണമൊന്നുമില്ല. മൂർച്ചയുണ്ട് ചെറിയ. കിട്ടി കിട്ടി. മനസ്സിലായി. മനസ്സിലായി. ഓക്കെ. എല്ലാത്തിനും കാണിച്ചു തരാം. ഇങ്ങനെ പേടിക്കലടാ. എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. റെഡി 1 2 3 ഗോ. സ്പോഞ്ച് അല്ലേ? മറ്റേ സ്പോഞ്ച്. പച്ചയില്ല എന്നാലും സ്പോഞ്ചാണ്. എനിക്ക് അപ്പഴേ മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി തിരിഞ്ഞോ. തന്നെ താത്തി ഒന്നുമില്ല, ഒന്നുമില്ല. യു ക്യാൻ ഡു ഇറ്റ്. എന്തോ പല്ലുള്ള ജീവി. പല്ലുള്ളതല്ല, വീണ്ടൊത്തി തൊട്ട് നോക്ക്. അറ്റും പേടിക്കണ്ട. ധൈര്യമായിട്ട് കണ്ടുപിടിച്ചാൽ 2 പോയിന്റ് സെയിം ആവും. എനിക്കൊന്നും മനസ്സിലായി. നോക്ക് പറ്റും. ഓക്കെ മനസ്സിലായി. മനസ്സിലായി. ട്രിമ്മർ നിനക്കറിയില്ലല്ലോ. ആ, അടുത്തത് വളരെ ഈസിയാണേ. എന്തോ സാധനം പറ, സത്യമായിട്ടും പറ. ഓ മനസ്സിലായി. ജീവനുണ്ട്. 1 2 3 സ്റ്റാർട്ട്. മയിൽ. മനസ്സിലായില്ല. പേടിച്ചു പോയി. അപ്പോൾ ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് ബ്ലൂ ഗ്രൂപ്പാണ്. അടുത്ത ചലഞ്ചുമായിട്ട് വീണ്ടും കാണാം. അതുവരെ